ഹലോ, ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ സ്നോ ഗ്ലോബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നോ ഗ്ലോബ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബിലോ 5 year old ബേബി ഫുഡിൻ്റെ ജാറാണ്. അതാണ് ഏറ്റവും നല്ല വലിപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ളതും ഒരു ബോവും ഒരു ബെല്ല്, പിന്നെ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്, പിന്നെ ഒരു ബേസ്. ഈ സ്നോ ഗ്ലോബ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്നോ ഗ്ലോബ് എപ്പോഴും ഒരു ബേസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് വേണം. പിന്നെ അതിൽ ഒട്ടിക്കാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വാഷി ടേപ്പ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഞാനൊരു സെറാമിക്കിൻ്റെ സാന്റാക്ലോസിനെയാണ് എടുത്തിരിക്കുന്നത്. സെറാമിക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലായ കാരണം അത് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെറാമിക് എടുത്തത്. അതുപോലെ നമുക്ക് വേണ്ട വേറൊരു സാധനമാണ് എന്തെങ്കിലും ഒരു ഈ ലിഡിൽ വെക്കാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പോ എന്തെങ്കിലും മതി, നമുക്കൊരു ചെറിയ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സാന്റാക്ലോസിനെ ഒട്ടിക്കണത്. ട്രീയും ഒക്കെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫിക്സ് ചെയ്യണത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് വെച്ചാലും ജാറ് നന്നായിട്ട് അടയില്ലേ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു സ്നോൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയ സാന്റാക്ലോസിൻ്റെ കാല് ഹാങ്ങിങ് ഒരു ടൈപ്പാണ്. അപ്പോൾ എനിക്കത് നമുക്ക് ആ ലിഡിൽ നിൽക്കണ പോലെയല്ലേ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അത് ടൈറ്റായിട്ട് പിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ പ്ലാസ്റ്റിക് ലിഡിനെ നമ്മുടെ ഒറിജിനൽ ലിഡിലേക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ഈ സാന്റാക്ലോസിനെയും ക്രിസ്മസ് ട്രീ ഒക്കെ എവിടെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ വരുത്തണം. ഇവിടെ നമ്മൾ ഹോട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ ബേസ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലിഡല്ലേ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് അത് മെൽറ്റ് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ഭാഗത്ത് മെൽറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് കറക്റ്റ് ചിലപ്പോൾ സാന്റാക്ലോസൊക്കെ വെക്കുമ്പോൾ ഒരു ബാലൻസ് കിട്ടാത്ത പോലെയാവും. ആ സ്ഥലം നമ്മൾ കറക്റ്റ് ഡിസൈഡ് ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. സാൻഡേയും ക്രിസ്മസ് ട്രീയും ഫിക്സ് ചെയ്യുക. പ്ലാസ്റ്റിക് ലിഡ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് സെൻറ്ററിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഈ ജാറ് ക്ലോസ് ചെയ്യുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ജാറ് നന്നായിട്ട് ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന്ന് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കും ചെയ്യും. അപ്പോൾ അതിപ്പോഴും ശ്രദ്ധിക്കണം, കറക്റ്റ് സെൻറ്ററിലല്ലേ എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിലധികം പെയിൻ്റൊന്നും ആക്കാതിരിക്കാൻ നല്ലത്. കാരണം വൺസ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ പെയിൻ്റൊക്കെ ചിലപ്പോൾ ആകെ വെള്ളം വൈറ്റ് കളർ ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലിറ്റേഴ്സ്, സീക്വൻസ് ഒക്കെയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു 1/4 ഭാഗം ഈ ജാറിൽ വെള്ളം എടുത്തിട്ട് ഇതിൽ കുറച്ച് വലിയ സീക്വൻസുകൾ ഇടണം. നല്ല ഫൈനായിട്ടുള്ള ഗ്ലിറ്റേഴ്സും ഇടണം. ഗ്ലിറ്റേഴ്സിനാണ് ശരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. പക്ഷേ നന്നായിട്ട് കാണാൻ പറ്റുക ഈ വലിയ സീക്വൻസാണ്. ഗ്ലിറ്റേഴ്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് സെറ്റിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ടൈപ്പിൽ പല കളറിലുള്ള സീക്വൻസും ഗ്ലിറ്റേഴ്സും ഈ വെള്ളത്തിലിടണം. അതിൻ്റെ ശേഷം ഒരു ചെറിയ ഏരിയ മാത്രം ലീവ് ചെയ്തിട്ട് ബാക്കി അത്രയും പോർഷൻ ഗ്ലിസറിൻ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഈ ഗ്ലിസറിൻ വെച്ചിട്ട് ഫില്ല് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള ഗ്ലിറ്റേഴ്സൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് അങ്ങനെ നമുക്ക് അതൊരു ശരിക്കൊരു മഞ്ഞൊക്കെ വീഴുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിൽ ഗ്ലിസറിനും ഗ്ലിറ്റേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് സാൻഡ ഉള്ള ലിഡ് വെച്ചിട്ട് നമുക്ക് ഈ ജാറിനെ അടയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ഭാഗവും ഫില്ലായിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ലീക്കില്ലല്ലോ എന്നുള്ളത് നോക്കണം. ഇത് ഷെയ്ക്കാവുമ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനാണ് സ്നോ ഗ്ലോബ് എന്ന് പറയുക. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വാഷി ടേപ്പ് ഒട്ടിക്കുക ചെയ്യണം. നമുക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, പക്ഷേ വാഷി ടേപ്പ് ഒട്ടിച്ചാൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് നമ്മുടെ തീമിനനുസരിച്ചുള്ള ടേപ്പുകൾ കിട്ടും, അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ജാറിൻ്റെ അടിയിലേക്ക് ആ ലിഡിൽ ഈ ബേസ് ഫിക്സ് ചെയ്തു. ഇനി ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ലിഡും ഗ്ലാസ് ജാറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം.
അതെന്തിനാ അത് നീറ്റായിട്ട് പാക്ക് ചെയ്യണതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് ഇൻവേർട്ടായിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ സ്നോ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ ഇതിൽ വെള്ളം കുറേശ്ശൊക്കെ ആയിട്ട് ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നീറ്റായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തു ആ ഏരിയ. ഇനി വാഷി ടേപ്പ് വെച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആ ഭാഗം, ആ ഒരു ഏരിയ മൊത്തം ഗ്ലൂ കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യണത്. അതായത് മെറി ക്രിസ്മസ് എന്ന് എഴുതിയതും ആ ബോവും ആ ഗ്രീൻ സാധനമൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഡെക്കറേഷൻ ശരിക്കും ഓപ്ഷണലാണ്. ഇതിപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ തീമായ കാരണം പുറത്ത് അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബോവൊക്കെ വെക്കണമെന്നേ ഉള്ളൂ. അത് നോർമൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് വാഷി ടേപ്പോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ സ്നോ ഗ്ലോബിൻ്റെ ഡെക്കറേഷനും ഇതോടെ കഴിഞ്ഞു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ വെക്കണ എന്ത് തീമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണ പ്രോപ്പർട്ടി സിറാമിക് ആവാൻ ശ്രദ്ധിക്കണം. സിറാമിക് അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ, പ്ലാസ്റ്റിക്കും വലിയ കുഴപ്പമില്ല, ബാക്കി വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ വെള്ളത്തിൽ സ്ഥിരം വെക്കുമ്പോൾ കേടാവാതെ ഇരിക്കുന്ന ഐറ്റം ആയിരിക്കണം. പിന്നെ ഇതിൽ നമ്മളെപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ഡോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഉള്ളിൽ എന്താണോ വെക്കുന്നത് അത് ആ ഡോട്ടിൻ്റെ അവിടുന്ന് ഡോട്ടുകളില്ലാത്ത സ്ഥലത്തേക്ക് അത് ഫേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ് നമ്മളിന്ന് കണ്ടത്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഈ ക്രിസ്മസ് വെക്കേഷന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും നല്ല അടിപൊളി ക്രിസ്മസ് ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഹോം ഡെക്കോറായിട്ട് മീറ്റ് ചെയ്യാം.